ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം -6 ആയ സൈക്കോളജിയാണ്. കോഴ്സ് ടൈറ്റിൽ സൈക്കോളജി ഇൻ സൊസൈറ്റി മൊഡ്യൂൾ 1 ബേസിക്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് സോഷ്യൽ സൈക്കോളജി, ഡെഫിനിഷൻ ആൻഡ് നേച്ചർ, സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി നോക്കാം. സോഷ്യൽ സൈക്കോളജി എങ്ങനെ രൂപം കൊണ്ടതെന്ന് വെച്ചാൽ, ലോകത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുമ്പോഴാണ് സോഷ്യൽ സൈക്കോളജി എന്നൊരു സാധനം രൂപം കൊണ്ടത്. ആന്ത്രോപോളജി, എത്നോഗ്രഫി, ആർക്കിയോളജി എന്നിവയിൽ നിരവധി വിവരങ്ങൾക്ക് വിവരണം ആവശ്യമുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങൾ സോഷ്യോളജിയിലും സൈക്കോളജിയിലും വികസിപ്പിക്കുന്നതിന് കാരണമായി. ഇവയെ സോഷ്യൽ സൈക്കോളജിയുടെ മാതൃശാസ്ത്രമെന്ന് വിളിക്കുന്നു. സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത് സാമൂഹ്യ സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ പെരുമാറ്റം എങ്ങനെ മാറുന്നു, വ്യക്തികളുടെ പെരുമാറ്റം എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു എന്നൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. ഇനി നമുക്കിതിനെക്കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നോക്കാം. മറ്റ് വ്യക്തികളുമായി, ഗ്രൂപ്പുകളുമായി, സാംസ്കാരിക പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തികളുടെ അനുഭവങ്ങളും പെരുമാറ്റങ്ങളും ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണ് സോഷ്യൽ സൈക്കോളജി എന്നാണ് ഫ്ലോയിഡ് ആൽഫോർഡ് 1924 സോഷ്യൽ സൈക്കോളജിയെക്കുറിച്ച് പറഞ്ഞത്. ആ സമയം തന്നെ ഗാർഡൺ ഡബ്ല്യു ആൽഫോർഡ് 1968 ഒരു നിർവചനം പറഞ്ഞു. സോഷ്യൽ സൈക്കോളജി എന്നത് ഒരു വ്യക്തിയുടെ ചിന്ത, വികാരം, പെരുമാറ്റം എന്നിവയെ മറ്റുള്ളവരുടെ യഥാർത്ഥ സാന്നിധ്യം, പ്രാകൃതം, സാന്നിധ്യം അല്ലെങ്കിൽ സൂചനകൾ മൂലം എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് എന്നാണ്. ഈ 2 ഡെഫിനിഷനിലും നമുക്ക് പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് കാണാൻ പറ്റിയ സയൻറ്റിഫിക് സ്റ്റഡിയാണ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ, ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, കൾച്ചർ. ഈ ഘടകങ്ങൾ സമൂഹശാസ്ത്രശാഖയുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. നമുക്ക് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി നോക്കാം. അതിൽ 3 എണ്ണമാണ് വരുന്നത്. സയൻറ്റിഫിക് നേച്ചർ, സോഷ്യൽ സൈക്കോളജി ഫോക്കസിങ് ഓൺ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ, ആൻഡ് സോഷ്യൽ സൈക്കോളജി സീംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോഴ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് തോട്ട്. ഈ 3 നേച്ചറാണ് സോഷ്യൽ സൈക്കോളജിക്കുള്ളത്. അതിൽ സയൻറ്റിഫിക് നേച്ചറിനുള്ളിൽ എന്താ പറയുന്നത് വെച്ചാൽ, സോഷ്യൽ സൈക്കോളജി ശാസ്ത്രീയ രീതിയിലെ വിഷയങ്ങളെ പഠിക്കുന്ന ഒരു ശാഖയാണ്. സോഷ്യൽ സൈക്കോളജി ഒരു ശാസ്ത്രീയ ശാഖയാണ് കാരണം അത് നിരീക്ഷണം, പരീക്ഷണം, സർവേ എന്നിവ പോലുള്ള സിസ്റ്റമാറ്റിക് രീതികൾ ഉപയോഗിച്ച് മനുഷ്യരുടെ പെരുമാറ്റം പഠിക്കുന്നു. സയൻറ്റിഫിക് സ്റ്റഡി നടത്തുമ്പോൾ 3 അടിസ്ഥാന ഘടകങ്ങളാണുള്ളത്. 1 കൾച്ചറൽ ഒബ്സർവേഷൻ, 2 ഇൻ്റഗ്രേഷൻ, 3 യൂട്ടിലൈസേഷൻ. കൾച്ചറൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാറ്റിനെയും സംശയത്തോടെ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് കൾച്ചറൽ ഒബ്സർവേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ശേഖരിച്ച വിവരങ്ങൾ ക്രമപ്പെടുത്തി പൊതുവായ നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ് ഇൻ്റഗ്രേഷൻ പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് യൂട്ടിലൈസേഷനാണ്. എന്ന് വെച്ചാൽ രൂപപ്പെടുത്തിയ നിയമങ്ങളോ സിദ്ധാന്തങ്ങളോ ഉപയോഗിച്ച് ഭാവിയിലെ സംഭവങ്ങളെ പ്രവചിക്കുക. ഇതെല്ലാം കാരണം കൊണ്ടാണ് സോഷ്യൽ സൈക്കോളജി ഒരു സയൻറ്റിഫിക് സാധനമാണെന്ന് പറയാൻ കാരണം. അതിനാൽ സോഷ്യൽ സൈക്കോളജി സാധാരണ അറിവോ കഥകളോ അല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇവ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അടിസ്ഥാനമാക്കി ആയത് കാരണം ഇതിനൊരു സയൻറ്റിഫിക് നേച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ബാക്കി 2 ഫീച്ചേഴ്സും കൊണ്ട് അടുത്ത പാർട്ടിൽ വരാം. താങ്ക് യു.